കോഴിക്കോട് വീണ്ടും നിപ്പ വൈറസ് സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തും കളക്ടറുടെ നേതൃത്വത്തിൽ കോഴിക്കോടും യോഗം ചേർന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള നിപ്പ ബാധിതന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. പുണെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലവും ലഭിക്കേണ്ടതുണ്ട്. അതിനിടെ സ്റ്റോക്ക് ഇല്ലാത്ത നിപ്പ ചികിത്സയ്ക്കുള്ള റെംഡെസിവിർ മരുന്ന് ലഭ്യമാക്കാൻ നടപടി തുടങ്ങി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് ഫറോക്ക് കോളേജ് സ്വദേശിയായ 43-കാരന് രോഗം സ്ഥിരീകരിച്ചത്. നിപ്പ ബാധിച്ചയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. ആരോഗ്യനില അതീവ ഗുരുതരമാണ്. സ്വന്തം ഗോഡൌൺ വൃത്തിയാക്കിയതിനു ശേഷമാണ് പനി വന്നതെന്നാണ് വിവരം. നിലവിൽ പ്രാഥമികമായി രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിയന്ത്രണം കർശനമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി സൂപ്രണ്ട് അറിയിച്ചു. രോഗബാധിതനുമായി സമ്പർക്കത്തിലേർപ്പെട്ട കുടുംബാംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരോട് ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭയം വേണ്ട, ജാഗ്രത മതിയെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തും കളക്ടറുടെ നേതൃത്വത്തിൽ കോഴിക്കോടും യോഗം ചേർന്നു. അതിനിടെ സ്റ്റോക്കില്ലാത്ത നിപ്പ ചികിത്സയ്ക്കുള്ള റെംഡെസിവിർ മരുന്ന് ലഭ്യമാക്കാൻ നടപടി ആരംഭിച്ചു. മരുന്ന് ലഭ്യമാക്കാൻ സംസ്ഥാനം ICMR-നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പകരം റിബവൈറിൻ ഉപയോഗിക്കാനാണ് തീരുമാനം. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.